ഫിഫ്ത്ത് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഫിഫ്ത്ത് മൊഡ്യൂളിലെ ഫസ്റ്റ് പോർഷനാണ് മോഷൻ ഓഫ് റൊട്ടേഷൻ. സിമ്പിൾ ടോപ്പിക്കാണ്. ലീനിയർ മോഷൻസ് നമ്മൾ പഠിച്ചായിരുന്നു. ലീനിയർ മോഷൻ്റെ 3 ഇക്വേഷനാണ്. വി ഈസിക്വൽ ടു യു പ്ലസ് എ ടി, എസ് ഈസിക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, വി സ്ക്വയർ ഈസിക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇതിൽ വി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി, യു ഇനിഷ്യൽ വെലോസിറ്റി, എ ആക്സലറേഷൻ, ടി ടൈം, എസ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇത് പഠിച്ചതാണ്. ഇനി റൊട്ടേഷൻ മോഷൻ എത്തുമ്പോൾ ഒരു പാർട്ടിക്കിൾ ഒരു പോയിൻറ്റിന് റെസ്പെക്റ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വെലോസിറ്റിക്ക് പകരം നമ്മൾ ഉപയോഗിക്കുന്ന അത് ആംഗുലർ വെലോസിറ്റി ആയിരിക്കും. അതിൻ്റെ നൊട്ടേഷൻ ഒമേഗ. ഇനിഷ്യൽ വെലോസിറ്റിക്ക് ഒമേഗ 0, അതായത് ആംഗുലർ വെലോസിറ്റിയാണ്. പിന്നെ ആക്സിലറേഷന് പകരം ആംഗുലർ ആക്സിലറേഷൻ, ഇവിടെ ആക്സിലറേഷന് യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ ആൽഫയാണ്. പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റിന് പകരം ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്, അതിന് ഉപയോഗിക്കുന്ന നൊട്ടേഷൻ തീറ്റ. ബാക്കി ഇക്വേഷൻ എല്ലാം സെയിം തന്നെ. വിക്ക് പകരം ഒമേഗ, യുവിന് പകരം ഒമേഗ 0, എക്ക് പകരം ആൽഫ, എസ്സിന് പകരം തീറ്റ. ബാക്കി ഇക്വേഷൻ എല്ലാം പഴയ പോലെ തന്നെ, ഒരു മാറ്റവും ഇല്ല. ഈ ക്വസ്റ്റ്യൻ നോക്കാം. എ ഫ്ലൈ വീൽ സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ് ആൻഡ് റിവോൾവ്സ് വിത്ത് ആൻ ആക്സലറേഷൻ ഓഫ് 0.5 റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. വാട്ട് വിൽ ബി ഇറ്റ്സ് ആംഗുലർ വെലോസിറ്റി ആഫ്റ്റർ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ആഫ്റ്റർ 10 സെക്കൻഡ്. ഫ്ലൈ വീല് റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു ആക്സലറേഷൻ 0.5 റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയറിലെത്തി. അപ്പം ആ സമയത്തുള്ള ആംഗുലർ വെലോസിറ്റിയും ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റുമാണ് കണ്ടുപിടിക്കേണ്ടത്. 10 സെക്കൻഡിന് ശേഷമുള്ള ആംഗുലർ വെലോസിറ്റിയും ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റുമാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഗിവൺ ഡാറ്റ എഴുതാം. അതിനകത്ത് റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. ആംഗുലർ ആക്സിലറേഷൻ ക്വസ്റ്റ്യനകത്ത് ആൽഫ തന്നിട്ടുണ്ട്. പിന്നെ ടൈം ടി 10 സെക്കൻഡ് എന്നും ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. ആംഗുലർ വെലോസിറ്റി ഒമേഗ ഈസിക്വൽ ടു ഒമേഗ 0 പ്ലസ് ആൽഫ ടി, വി ഈസിക്വൽ ടു യു പ്ലസ് എ ടി എന്ന ഇക്വേഷൻ. ഓക്കെ, അതിൽ നമുക്ക് ഒമേഗ 0 ആണ്, ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്, ആൽഫയുടെ വാല്യൂ ഉണ്ട്, ടി ടൈമിൻ്റെ വാല്യൂ ഉണ്ട്. അപ്പോൾ അതിൽ ആ ഇക്വേഷനകത്ത് വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ ആംഗുലർ വെലോസിറ്റി കിട്ടും. ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റയ്ക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, ഒമേഗ 0 ടി പ്ലസ് ഹാഫ് ആൽഫ ടി സ്ക്വയർ. ഇതിലും ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. അപ്പോൾ ഈ ഒമേഗ 0 ടി ക്യാൻസലായി പോകും. ഹാഫ് ഇൻറ്റു ആൽഫയുടെ വാല്യൂ ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്, ടിയുടെ വാല്യൂ ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്യുമ്പോൾ ഉത്തരം 25 റേഡിയൻ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ആർമേച്ചർ ഓഫ് ആൻ ഇലക്ട്രിക് മോട്ടർ ഹാസ് ആംഗുലർ സ്പീഡ് ഓഫ് 1800 RPM at the instant when the power is cut off. If it comes to rest in 6 seconds, calculate the angular deceleration assuming it is constant. How many revolutions does the armature make during this period? ഒരു ഇലക്ട്രിക് മോട്ടർ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആംഗുലാർ സ്പീഡ്, അതായത് സ്പീഡ് തന്നിട്ടുണ്ട് 1800 RPM. എന്നിട്ട് ഒരു ഇൻസ്റ്റൻ്റ് എത്തിയപ്പോൾ, ഒരു സമയം എത്തിയപ്പോൾ പവർ ഓഫാക്കി. പവർ ഓഫാക്കിയതിന് ശേഷം 6 സെക്കൻഡ് എടുത്തു അത് നിൽക്കാൻ, കം ടു റെസ്റ്റ് വരാൻ 6 സെക്കൻഡ് എടുത്തു. അപ്പോൾ നമുക്ക് വേണ്ടത് ആംഗുലാർ ഡീസലറേഷനാണ്. പവർ ഓഫാക്കിയതിന് ശേഷം ഉണ്ടായ ആംഗുലാർ ഡീസലറേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ ചോദിച്ചേക്കുന്നത് ഹൗ മെനി റെവല്യൂഷൻസ് ഡസ് ദ ആർമേച്ചർ മേക്ക് ഡ്യൂറിങ് ദിസ് പീരീഡ്. എത്ര റെവല്യൂഷൻ ഇത് റൊട്ടേറ്റ് ചെയ്തെന്ന് കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് ആംഗുലാർ സ്പീഡ് തരുമ്പം അതിനെ ആംഗുലാർ വെലോസിറ്റി ആക്കി മാറ്റാനുള്ള ഇക്വേഷനാണ് 2πn1/60. ഈ ഇക്വേഷനകത്ത് n1 വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആംഗുലാർ വെലോസിറ്റി കിട്ടും, ഒമേഗ 1 കിട്ടും. ഓക്കെ, ഒമേഗ 1 കിട്ടി. ടൈം ടി സെക്കൻഡ് എന്ന് കിട്ടി. ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും, കാരണം അത് റെസ്റ്റിലെത്തും. ഫൈനൽ വെലോസിറ്റി എന്തായാലും 0 ആയിരിക്കും. ഇനിഷ്യൽ വെലോസിറ്റിയുടെ വാല്യൂ നമ്മളിപ്പം കണ്ടുപിടിച്ചു. ആൽഫയുടെ വാല്യൂ അറിയത്തില്ല, ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കണം. പിന്നെ ടൈം ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. 6 സെക്കൻഡ് എടുത്ത് നിൽക്കാൻ വേണ്ടി 6 സെക്കൻഡ് എടുത്തു. അപ്പോൾ
ടൈമും തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൽഫയുടെ വാല്യൂ -31.4 റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഇനി അടുത്ത ആംഗിൾ ടേൺ കണ്ടുപിടിക്കണം, അതായത് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ കണ്ടുപിടിക്കണം. ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ω1t പ്ലസ് ഹാഫ് ആൽഫ ടി സ്ക്വയർ, അതായത് s=ut പ്ലസ് ഹാഫ് a t സ്ക്വയർ എന്ന ഇക്വേഷൻ. അതിൽ ω1ൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ടൈം ഇൻറ്റു ടി, ടൈമിൻ്റെ വാല്യൂ ഇൻറ്റു ടൈം 6 സെക്കൻഡ്. ഇവിടെ ഞാൻ ടൈമിൻ്റെ വാല്യൂ എഴുതിയിട്ടില്ല. 30 × 6 കൂടെ ഉണ്ട്, 30 × 6 കൂടെ ഉണ്ട് ഇവിടെ. അപ്പം അത് ശ്രദ്ധിക്കണം. അപ്പോൾ ടൈമിൻ്റെ വാല്യൂ എഴുതിയിട്ടില്ല. പിന്നെ ഹാഫ് ഇൻറ്റു ആൽഫയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു, -31.4 റേഡിയൻ പെർ സെക്കൻഡ്. അപ്പോൾ ആൽഫയുടെ വാല്യൂ കിട്ടി. ഇൻറ്റു 6 സ്ക്വയർ, ടൈം 6 സ്ക്വയർ. അപ്പോൾ നമുക്ക് 565.77 റേഡിയന് ഉത്തരം കിട്ടും. ഇത് റേഡിയനാണ് നമുക്ക് ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിരിക്കുന്നത്. എത്ര റെവല്യൂഷൻ എടുത്തെന്നാണ് ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് 2π വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ, അതായത് റേഡിയനെ 2π വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റെവല്യൂഷൻ കിട്ടും. അപ്പോൾ 565.77/2π = 90 റെവല്യൂഷന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A flywheel rotates with a constant retardation due to braking. In the first 10 seconds, it made 300 revolutions at t = 7.5 seconds. Its angular velocity was 40π. അപ്പോൾ ഒരു ഫ്ലൈവീലിൽ ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റി റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പം ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? കോൺസ്റ്റൻറ്റ് റിട്ടാർഡേഷൻ ഉണ്ടാകും. കോൺസ്റ്റൻറ്റ് റിട്ടാർഡേഷൻ ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പം ഇതിനകത്ത് 2 കണ്ടീഷൻ തന്നിട്ടുണ്ട്. ആദ്യത്തെ 10 സെക്കൻഡ് കൊണ്ട് ഇത് 300 റെവല്യൂഷൻ കവർ ചെയ്തു. ആദ്യത്തെ 10 സെക്കൻഡിൽ ഇത് 300 റെവല്യൂഷൻ എടുത്തു. അപ്പോൾ ആദ്യത്തെ 10 സെക്കൻഡിൽ ഒരു തീറ്റ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി. പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ തന്നിരിക്കുന്നതെന്ന് പറയുന്നത് t = 7.5 സെക്കൻഡ് ആകുമ്പോൾ ആംഗുലാർ വെലോസിറ്റി 40π റേഡിയൻ പെർ സെക്കൻഡ് ആകും. ഇപ്പോൾ 2 കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഈ 2 കണ്ടീഷൻ ഉപയോഗിച്ച് വേണം നമുക്ക് ഉത്തരം ആൻസർ കണ്ടുപിടിക്കാൻ. ഇത് കണ്ടുപിടിക്കേണ്ട ആൻസർ എന്ന് പറയുന്ന വാല്യൂ ഓഫ് കോൺസ്റ്റൻറ്റ് റിട്ടാർഡേഷൻ കണ്ടുപിടിക്കണം, ടോട്ടൽ ടൈം കണ്ടുപിടിക്കണം, ടോട്ടൽ റെവല്യൂഷൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റയ്ക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, ω1 പ്ലസ് ഹാഫ് ആൽഫ ടി സ്ക്വയർ, അതായത് s=ut പ്ലസ് ഹാഫ് a t സ്ക്വയർ എന്ന ഇക്വേഷൻ. അത് ഇതിനകത്താകുമ്പോൾ തീറ്റ ω1t പ്ലസ് ഹാഫ് ആൽഫ ടി സ്ക്വയർ എന്ന ഇക്വേഷൻ വരും. ഇതിൽ തീറ്റയുടെ വാല്യൂ, അതായത് 10 സെക്കൻഡ് ആകുമ്പോൾ 300 റെവല്യൂഷൻ കവർ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പം തീറ്റയുടെ വാല്യൂ ക്വസ്റ്റ്യനകത്ത് 10 സെക്കൻഡ് ആകുമ്പോൾ ഉള്ള തീറ്റയുടെ വാല്യൂ വന്നിട്ടുണ്ട്. ടോട്ടൽ തീറ്റയുടെ വാല്യൂ അല്ല, 10 സെക്കൻഡ്, ആദ്യത്തെ 10 സെക്കൻഡ് ഇതിൽ എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായെന്ന് ക്വസ്റ്റ്യനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ 10 സെക്കൻഡ് t 10 സെക്കൻഡ് ആകുമ്പോൾ തീറ്റ = 300 × 2π റേഡിയൻ ആവും. അതായത് ക്വസ്റ്റ്യനകത്ത് 300 റെവല്യൂഷൻ എന്നാണ് തന്നിരിക്കുന്നത്. അതിനെ തിരിച്ച് റേഡിയനിലേക്ക് ആക്കാനാണ് 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. അതായത് റെവല്യൂഷൻ തരുവാണെങ്കിൽ അതിനെ റേഡിയനിലാക്കാൻ 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും, അതുപോലെ തന്നെ റേഡിയൻ തരുവാണെങ്കിൽ അതിനെ റെവല്യൂഷൻ ആക്കാൻ 2π കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യണം. ഇവിടെ നമുക്ക് റെവല്യൂഷൻ തന്നിരിക്കുന്നതിനെ തിരിച്ച് റേഡിയനിലാക്കാൻ 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഈ ഇക്വേഷനകത്ത് റേഡിയൻ വാല്യൂ ആണ് ഇടേണ്ടത്. അപ്പോൾ തീറ്റയുടെ വാല്യൂ കിട്ടി. ω1 നമുക്ക് കണ്ടുപിടിക്കണം. ω1 അറിയത്തില്ല, ആൽഫ അറിയത്തില്ല, ടി അറിയാം. ടൈമിൻ്റെ വാല്യൂ t 10 സെക്കൻഡ് ആകുമ്പോഴാണ് തീറ്റ 300 × 2π റേഡിയൻ കവർ ചെയ്യുന്നത്. അപ്പം നമുക്കങ്ങനെ ചെയ്യുമ്പോൾ 600π = ω1 × 10 + 50 ആൽഫ എന്നൊരു ഇക്വേഷൻ കിട്ടും. ഇതിനെയെല്ലാം 10 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഫസ്റ്റ് ഇക്വേഷൻ കിട്ടും, 65 = ω1 + 5 ആൽഫ. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. രണ്ടാമത്തെ കണ്ടീഷൻ തന്നിരിക്കുന്നത് t = 7.5 സെക്കൻഡ് ആകുമ്പോൾ ω 40π റേഡിയൻ ആംഗുലാർ വെലോസിറ്റി എത്തുമെന്ന് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. t = 7.5 സെക്കൻഡ് ആകുമ്പോൾ ω 40π റേഡിയൻ പെർ സെക്കൻഡ് ആകുന്ന ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ω2 = ω1 + ആൽഫ ടി ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. അതായത് v = u + at, അതിന് പകരം ω2 = ω1 + ആൽഫ ടി, v = u + at എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. അപ്പോൾ അതിനകത്ത് ω2 = 40π, അതായത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 7.5 സെക്കൻഡ് ആകുമ്പോൾ 40π റേഡിയൻ പെർ സെക്കൻഡ് ആംഗുലാർ വെലോസിറ്റി ആവുമെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇനിഷ്യൽ വെലോസിറ്റി ഇല്ല, അതായത് ω2 ഫൈനൽ വെലോസിറ്റി ഉണ്ട്, ഇനിഷ്യൽ വെലോസിറ്റി ഇല്ല. ഇനിഷ്യൽ വെലോസിറ്റി അതേപോലെ ω1 അതേപോലെ ഇട്ട്
പ്ലസ് ആൽഫ ഇൻറ്റു ടി 7.5 സെക്കൻഡ് ആണെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ടി 7.5 സെക്കൻഡ് ആകുമ്പോഴാണ് ഒമേഗ 45 ആവുന്നത്. അപ്പോൾ രണ്ട് ഇക്വേഷൻ കിട്ടി, ഒന്നും രണ്ട് ഇക്വേഷൻ കിട്ടി. ഈ രണ്ട് ഇക്വേഷനും കൂടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൽഫ ഇസിക്കൽ ടു -8π റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടും. ഇവിടെ മൈനസ് വന്നത് ഇത് ആംഗുലാർ ഡീസലറേഷൻ ആയതുകൊണ്ടാണ്. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ തരുന്നത് ഈ ഫസ്റ്റ് 10 സെക്കൻഡിൽ 300 റെവല്യൂഷൻ കവർ ചെയ്തെന്നും ഒരു കണ്ടീഷൻ തന്നു. പിന്നെ 7.5 സെക്കൻഡ് ആകുമ്പോൾ ആംഗുലാർ വെലോസിറ്റി 45 റേഡിയൻ പെർ സെക്കൻഡ് ആകും എന്നൊരു കണ്ടീഷൻ തന്നു. ഈ രണ്ട് കണ്ടീഷൻ തന്നിരിക്കുന്നത് നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ആ രണ്ട് കണ്ടീഷൻ തന്നിരിക്കുന്നത്. ആ രണ്ട് ഇക്വേഷൻ വഴി സോൾവ് ചെയ്യുമ്പോൾ ആൽഫയുടെ വാല്യൂ കിട്ടും. ഈ ആൽഫയുടെ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷൻ 1 ആൽഫയുടെ വാല്യൂ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒമേഗ 1ൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റിയും കിട്ടി, ആംഗുലാർ ആക്സിലറേഷനും കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനകത്ത് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ ടൈം ടേക്കൺ ടു, എത്ര സമയം എടുത്തു ഇത് റെസ്റ്റിൽ വരാൻ എത്ര സമയം എടുത്തു എന്ന് കണ്ടുപിടിക്കണം. എത്ര റെവല്യൂഷൻ റൊട്ടേറ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് റെസ്റ്റിൽ വന്നു എന്നും കണ്ടുപിടിക്കണം. അപ്പം രണ്ട് വാല്യൂ കണ്ടുപിടിക്കണം. ടോട്ടൽ ടൈമും കണ്ടുപിടിക്കണം, ടോട്ടൽ റെവല്യൂഷൻസും കണ്ടുപിടിക്കണം. ഓക്കെ, അതാണ് നമുക്കടുത്ത് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇത് ഫ്ലൈവീൽ റെസ്റ്റിൽ വരുന്ന കേസിൽ ഫൈനൽ വെലോസിറ്റി 0 ആയിരിക്കും, ഒമേഗ 2 0 ആയിരിക്കും. ഇനിഷ്യൽ വെലോസിറ്റി നമ്മൾ കണ്ടുപിടിച്ചു, ഒമേഗ 1ൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ആൽഫയുടെ വാല്യൂ കിട്ടി. ആൽഫയുടെ വാല്യൂ നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ ഒമേഗ 1ൻ്റെ വാല്യൂ കിട്ടി, ആൽഫയുടെ വാല്യൂ കിട്ടി. ഇത് രണ്ടും കൂടെ എടുത്ത് ഒമേഗ 2 ഇസിക്കൽ ടു ഒമേഗ 1 പ്ലസ് ആൽഫ ടി എന്ന ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഒമേഗ 2ൻ്റെ വാല്യൂ പറയാം 0, ഒമേഗ 1ൻ്റെ വാല്യൂ പറയാം 100π, ആൽഫയുടെ വാല്യൂ പറയാം -8π. ഇതിൽ നിന്ന് നമുക്ക് ടൈം കിട്ടും, ടോട്ടൽ ടൈം കിട്ടും. ഇത് ടോട്ടൽ റെസ്റ്റിൽ വരെ ഒമേഗ 1 എന്ന് പറയുമ്പോൾ ഇത് ഇനിഷ്യൽ വെലോസിറ്റി, ഒമേഗ 2 എന്ന് പറയുമ്പോൾ റെസ്റ്റിൽ വരുമ്പോൾ ഉള്ള വെലോസിറ്റിയാണ്. അപ്പോൾ ആ ഒരു കണ്ടീഷനാണ് ഇവിടെ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ടോട്ടൽ ടൈം കിട്ടും. ടോട്ടൽ അതായത് അത് സ്വിച്ച് പവർ ഓഫ് ചെയ്തതിന് ശേഷം ബ്രേക്ക് ചവിട്ടിയതിന് ശേഷം എത്ര സമയം എടുത്തു നിൽക്കാൻ വേണ്ടി എന്ന് ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ ടൈമാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ടോട്ടൽ ടൈം കിട്ടും. ടോട്ടൽ ടൈം 12.5 സെക്കൻഡിന് കിട്ടും. ടോട്ടൽ ടൈം കിട്ടി. ഇനി അടുത്ത ടോട്ടൽ റെവല്യൂഷൻ ചോദിച്ചിട്ടുണ്ട്. ടോട്ടൽ റെവല്യൂഷൻസ് മെയ്ഡ് ബൈ ദ ഫ്ലൈവിൽ ബിഫോർ ഇറ്റ് കംസ് ടു റെസ്റ്റ്. അതായത് ആ ഫ്ലൈവിൽ നിൽക്കും റെസ്റ്റിൽ വരാൻ എത്ര റെവല്യൂഷനകത്ത് റൊട്ടേറ്റ് ചെയ്തെന്നാണ് മൂന്നാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഉപയോഗിക്കാം. ഒമേഗ 2 സ്ക്വയർ ഇസിക്കൽ ടു ഒമേഗ 1 സ്ക്വയർ പ്ലസ് 2 ആൽഫ തീറ്റ. അതായത് വി സ്ക്വയർ ഇസിക്കൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന് പറയുന്ന ഇക്വേഷന് പകരം ഇതിനകത്ത് ഒമേഗ 2 സ്ക്വയർ ഇസിക്കൽ ടു ഒമേഗ 1 സ്ക്വയർ പ്ലസ് 2 ആൽഫ തീറ്റ എന്ന ഇക്വേഷൻ ഉപയോഗിച്ചു. അപ്പോൾ നമുക്ക് ഒമേഗ 2 അതായത് ഫൈനൽ വെലോസിറ്റി 0 ആണെന്ന് പറയും. ഇത് 0 ആണ്. ഫൈനൽ വെലോസിറ്റി 0 ആയി. ഒമേഗ 1ൻ്റെ വാല്യൂ 100π ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ആൽഫയുടെ വാല്യൂ -8π ആണെന്ന് കണ്ടുപിടിച്ചു. ഇതിൽ നിന്ന് നമുക്ക് തീറ്റയുടെ വാല്യൂ കിട്ടും. തീറ്റയുടെ വാല്യൂ ഇസിക്കൽ ടു തീറ്റ